എല്ലാരും ചോദിച്ച അമ്മുമ്മയുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും പേരൊന്ന് പറയാവോന്ന്. മൂത്ത ആള് മുതലേ ഏറ്റവും അവസാനത്തെ ആള് വരെ പറയണം. ആരാ മൂത്ത ആള്? ചന്ദ്രശേഖരൻ. മൂത്ത ആള്. വീട്ടിൽ വിളിക്കുന്ന എന്നാ പേര്? കുട്ടൻ. ആ, ആള് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അടുത്തത് അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള ആളുടെ പേരെന്നാ? അത് കഴിഞ്ഞ ആള ആരാ? കൊച്ചുകുഞ്ഞ്. ആ, ശരി ശരി. അവന്റെ പേര് സോമശേഖരൻ. ആ, അവനും മരിച്ചുപോയി. ആ, അടുത്ത ആളാരാ? മൂന്നാമത്തെ ആള് ഓമന. ആ, അവളുടെ പേര് ഓമനൻ തന്നെയാ. ആണോ? ആ, അടുത്ത ആളാരാ? രോഹിണി. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് രണ്ടുപേരുണ്ടല്ലോ. പറയല്ലേ? ചന്ദ്രൻ. ആ, ശരിക്കുള്ള പേരെന്നാ? ചന്ദ്രൻ പിള്ള. ആ, അടുത്ത ആളാരാ? ശശി. ആ, ശരിക്കുള്ള പേരെന്നാ? ശശിധരൻ. ആ, അടുത്ത ആളാരാ? രോഹിണി. ആ, ശരിക്കുള്ള പേരെന്നാ? ജയകുമാരി. ആ, കൊള്ളാം. ഇനി ഇവരുടെയൊക്കെ മക്കളുടെ പേരും കൂടെ പറയണം. ഇവരുടെയൊക്കെ മക്കളുടെ പേരും കൂടി പറയണം. ആ, മൂത്ത കുട്ടൻ വല്ലിച്ചന്റെ മക്കളുടെ പേരെന്നാ? വല്ലിച്ചന്റെയോ? ആ, വീട്ടിൽ വിളിക്കുന്ന കുട്ടാന്നായിരുന്നു. അല്ല അല്ല, മക്കളുടെ പേര് എല്ലാരും. അമ്മുമ്മയുടെ ആശ, അനു. ആ, അവരുടെയൊക്കെ ശരിക്കുള്ള പേരറിയാവോ? ആശയെന്നും അനുവെന്നുവാ. ആ, ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ആളാരാ? മകൻ. അടുത്ത മകന്റെ മക്കളുടെ പേര് പറഞ്ഞേ. കൊച്ചുഞ്ഞിന്റെയോ? ആ, സൂര്യ, സുമി. ആ, അടുത്ത ആരാ? പേര് ഒട്ടും പറയല്ലേ. അടുത്ത ആരാ? ഒരു മകളാണല്ലോ. ചന്ദ്രൻ. അടുത്ത മകളല്ലേ? ഓമന. ഓമനയുടെ മക്കളുടെ പേര് പറഞ്ഞേ. സജി, കൃഷ്ണകുമാർ. ആ, കൃഷ്ണകുമാർ, സജീന. ആ, കൃഷ്ണകുമാർ, സജി. ഓക്കെ. അടുത്ത ആരാ? രോഹിണി. അല്ല, അതിനിടയ്ക്ക് രണ്ടുപേരുണ്ടല്ലോ. ഇവിടെ താമസിക്കുന്ന ആരാ? ഇവിടെ താമസിക്കുന്ന ചന്ദ്രൻ. ആ, അവരുടെ മക്കളുടെ പേര് പറഞ്ഞേ. പറയില്ല, ആരും പറയല്ലേ. ഇതിപ്പോ രണ്ടാമത് ഓർമ്മിപ്പിച്ചു. അയ്യോ, പറഞ്ഞോ. കണ്ണൻ. ആ, കണ്ണനും സുമി. അല്ല, അത് രണ്ട് മക്കളുടെ ആയി പോയല്ലോ. കണ്ണന്റെ അനിയത്തി ആരാ? കണ്ണന്റെ അവരെ നോക്കാനാണല്ലോ അമ്മൂമ്മ ആസാമിൽ പോയത്. കണ്ണനും പ്രിയയും. ആ, പ്രിയയും. അടുത്തത് ശശി. അവരുടെ മക്കളുടെ പേരെന്നാ? സജിയുടെയോ? ശശിയുടെ മക്കളുടെ പേര് പറഞ്ഞേ. സജിയുടെയോ? ശശി. ശശിയുടെ. നീരു, മീര, മീനു. ആ, അത് ഞാൻ ആരാ? നീ മീനു. ആ, എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മീനു. എന്റെ ശരിക്കുള്ള പേരെന്നാന്നറിയാവോ മുമ്മയ്ക്ക്? എന്നെ വീട്ടിലല്ലേ മീനു എന്ന് വിളിക്കുന്നത്. എന്നെ വീട്ടിലാ മീനു എന്ന് വിളിക്കുന്നേ. ആ, എന്റെ നേരിട്ടുള്ള പേരറിയാവോ? എന്റെ ശരിക്കുള്ള പേര് അമ്മൂമ്മയ്ക്ക് അറിയാൻ മേലേ? അയ്യന്നാ? ഗോപിക ആരാ? ഗോപിക ആരാ? രോഹിണി. അല്ല, ഗോപിക. ആ, അതെന്റെ പേര് തന്നെയാ. ഓക്കെ. അടുത്തത് രോഹിണിയുടെ മക്കളുടെ പേര് പറഞ്ഞേ. രോഹിണിയുടെ. ആ, മനു, സനു. ആ, അവരുടെ ശരിക്കുള്ള പേരെന്നാ? മനു തന്നെയാ. സനു അത് അല്ല, സനുവിന്റെ ശരിക്കുള്ള പേര് പറഞ്ഞേ. അമ്മൂമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സനുവിന്. ആ, സനുവിന് ഒരു പേരുണ്ട്. അമ്മൂമ്മയ്ക്ക് അറിയാവുന്ന പേര് തന്നെയാ. സനുവിന്റെ സ്കൂളിലുള്ള പേര് അമ്മൂമ്മയ്ക്ക് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മറന്നു പോയി. ധനശ്രീ ആരാ? ധനശ്രീ. അപ്പം മറന്നുപോയി. അവിടെ പേരാ. ആ, കണ്ണന്റെയും പ്രിയയുടെയും ശരിക്കുള്ള പേരറിയാൻ മേലേ? കണ്ണന്റെ. ആ, പ്രിയ തന്നെയാ. കണ്ണന് പ്രവീൺ. ആ, ആശയുടെ അനുവിന്റെയും ശരിക്കുള്ള പേരെന്നാ? ആശയുടെ അനുവിന്റെ. ആ, അത് തന്നെയല്ലേ? അല്ലല്ലോ. ആശയുടെ പേര് പ്രിയ. ആ, പ്രിയ. അനുവിന്റെ പ്രീത. സ്മിത.
പ്രീത 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 ആ. സുമി സൂരജില് സുമിത. സുനിത ആ. ആരുടെ സുമി സൂരജില് സുമിതയും സൂരജും തന്നെയാ. ആ കണ്ണൻ പ്രിയ, പ്രവീൺ പ്രിയ. ആ മീര മീനുവില് മീര തന്നെയാ. ഉം. ഞാൻ ഗോപിക. ഉം. കേട്ടോ? ഗോപിക ആ, ഗോപിക നായർ. ഉം. അടുത്തത് സനു മനുവില് മനു തന്നെയാ. സനുവിന്റെ പേരാണ് ധനശ്രീ. ആ സനുവിന്റെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. ധനശ്രീ. ആ ആ ആ. ആ. ഇനി എല്ലാരും കല്യാണം കഴിച്ചവരുടെ പേരറിയാവോ? സനുവിനെ ആരാ കല്യാണം കഴിച്ചേക്കുന്നത്? ആരെയാ സനുവിനെ. സനുവിന്റെ ഭർത്താവിന്റെ പേരെന്നാ? ആ, സനുവിന്റെ ഭർത്താവ് അയ്യോ മറന്നുപോയി. രാകേഷ്. ഏ രാകേഷ്. രാകേഷ്. ആ. ആ ആ രാകേഷിന് എവിടെയാ ജോലി? ഏ രാകേഷിന് എവിടെയാ ജോലി? കപ്പല്. ആ. ആ മനു ആരെയാ കല്യാണം കഴിച്ചേക്കുന്നേ? മനു ശാലുവിനെ. ആ. ആ അടുത്തത് ഞാൻ ആരെയാ കല്യാണം കഴിച്ചേക്കുന്നേ? അയ്യോ എന്റെ ഭർത്താവിന്റെ പേരെന്നാ? അയ്യോ ആ, അത് ഇച്ചിരി പാടാ ഓർത്തിരിക്കും. അയ്യോ ഞാൻ ഈയിടെയും പറ അയ്യോ ഞാൻ പിണങ്ങിപ്പോവും ഇപ്പൊ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിണങ്ങിപ്പോവും. അടി ഒന്ന് പറയണേ. ഞാൻ അമ്മൂമ്മയോട് മിണ്ടുകയല്ല, കൂട്ടില്ല. അയ്യോ ലിജിയോ ലിജ ലിജ ലിംജോ. ഏ ലിംജോ. ലിംജോ ആ. ലിംജോ ആ. നിന്റെ ആ, അതെവിടെയാ ജോലി? ജോലി ഫോറിനില്. ആ, എവിടെ? ഏത് സ്ഥലത്താ? ആ ഏത് സ്ഥലത്താ? ദുബായില്. ദുബായിലല്ല. സൗദിയില്. അല്ല. ഈ ഇടയും കൂടെ അമ്മൂമ്മ പറഞ്ഞതല്ലേ? അയ്യോ അബുദാബിയില്. അല്ല. ഗൾഫിലൊന്നും അല്ല. യൂറോപ്പില്. യൂറോപ്പിലോ? ആ. ആ പോളണ്ടില്. പറഞ്ഞേ. ഏ പോളണ്ടില്. പോളണ്ട്. പോളണ്ട്. ആ, അവിടെ. അടുത്തത് മീരയുടെ ഭർത്താവിന്റെ പേരെന്നാ? മീരയുടെയോ? ആ. ഗൗരവ്. ആ, അത് മാത്രം ഓർമ്മയുണ്ടല്ലേ? ആ. ഗൗരവ് എവിടെയാ ഉള്ളത്? ഏ അവരെവിടെയാ ഉള്ളത്? അവര് ഡൽഹിയില്. ആ. ഉം. അവര് മലയാളികളാണോ? അല്ല. ആ. അടുത്തത് പ്രിയയുടെ ഭർത്താവിന്റെ പേരെന്നാ? പ്രിയയുടെയോ? ആ. ഏത്? ഇവിടുത്തെ ചമ്പക്കര. കണ്ണൻ. ആ. അവന്റെ പേര് എന്നാ? ആ എപ്പോഴും പറയുന്നതാണല്ലോ. പ്ര- രമേശ്. രമേശ്. ആ ആ അടുത്തത് കണ്ണന്റെ ഭാര്യയുടെ പേരെന്താ? കണ്ണന്റെയോ? ആ. ഏതാ കണ്ണൻ? ഇവിടുത്തെ ഓ ദുബായിലുള്ള ആരാ? പേര് പറഞ്ഞേ. സ്മിത. ആ മറന്നുപോയോ? കണ്ണന്റെ ഭാര്യയുടെ പേര് സ്മിത. ആ സ്മിത. ആ. അടുത്ത ആരാ ഉള്ളത്? കണ്ണൻ 3 സെറ്റ് തീർന്നു. അടുത്തത് സൂരജിന്റെ ഭാര്യയുടെ പേരെന്നാ? സൂരജിന്റെയോ? ആ. ആശ. ആ. സുമിയുടെ ഭർത്താവിന്റെ പേരെന്താ? സുമിയുടെയോ? ആ. അയ്യോ രാജേഷ്. രാജേഷ്. ആ. അവരെവിടെയാ ഉള്ളത്? അവരെവിടെയാണ്? ദുബായ്. ദുബായിൽ. അടുത്തത് സൈചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? സജിയുടെയോ? ആ. ഷീല. അല്ല ഇവിടെ പറഞ്ഞേ. ഏ സജിയുടെയും കൃഷ്ണകുമാറിന്റെയും ഭാര്യക്ക് ഒരേ പേരാ. പേര് പറഞ്ഞേ. ദിവ്യ. ആ. കൊച്ചു ദിവ്യയും ദിവ്യയും വലിയ ദിവ്യയും. വലിയ ദിവ്യയും. ഓക്കെ. അടുത്തത് ആശയുടെ ഭർത്താവിന്റെ പേരെന്നാ? ആശയുടെയോ? ആ. ഏതാശ? വടവാതൂര്. പ്രസാദ്. ആ, പ്രസാദ്. അനുവിന്റെ ഭർത്താവിന്റെ പേരെന്നാ? അനുവിന്റെ. ആ. അയ്യോ ഓർക്കുന്നില്ല. സന്തോഷ്. ഏ സന്തോഷ്. സന്തോഷ്. കൊള്ളാം. എല്ലാവരുടെയും പേര് ഓർത്തു. സന്തോഷ്. അമ്മൂമ്മക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഏ എല്ലാം ഓർമ്മയുണ്ടല്ലോ. മെടിക്കുക. ഓർത്തെടുത്തില്ലേ എല്ലാം? ആ ഒരു കൈ തന്നേ. അടിപൊളി.
കേട്ടോ? ഉം. നീ പറഞ്ഞ എന്റെ ശരിക്കുള്ള പേര് പറഞ്ഞേ, ഒന്നുകൂടെ ഓർത്ത്. ഞാൻ ഇപ്പൊ പറഞ്ഞാണല്ലോ. നിന്റെയോ? ആ, എന്നെ വീട്ടിൽ വിളിക്കുന്നത് വീട്ടിൽ വിളിക്കുന്ന മീനു. ആ, ശരിക്കുള്ള പേര് ഇപ്പൊ പറഞ്ഞു തന്നതാ, മറന്നുപോയോ? അയ്യോ മറന്നുപോയി. ആ, ഇനി ഞാൻ മിണ്ടുവല്ല. പറ. ഇല്ല, ഞാൻ പോവാ, വേണമെങ്കിൽ പോവാ. അയ്യോ നീ മീര മീനു. ആ, എന്റെ മാത്രം പേര് പറഞ്ഞാ മതി. അയ്യോ ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ പോവാ. മീനുവിൻ്റെ എന്റെ പേര് പറഞ്ഞില്ല ഞാൻ വരുവേല. അയ്യോടി അമ്മ ഞാൻ ചുമ്മാ പറഞ്ഞ ഗോപിക. ഗോപിക. ആ, അയ്യോ അത് മറന്നുപോയല്ലേ? ഞാൻ ഓർത്തില്ല. ആ, ഇനി ഓർത്തു. അത് കുഴപ്പമില്ല അമ്മൂമ്മ, അത് മറന്നു ഓർക്കണ്ട. പോടി. അത് കുഴപ്പമില്ല അമ്മൂമ്മ. ഗോപിക. ആ, ഇനി ഓർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ. ആ ചുമ്മാ പറഞ്ഞ പിണങ്ങി ഒന്നും ഗോപിക. പോവുകയില്ല. ആ, ഉം. ചുമ്മാ പറഞ്ഞ പിണങ്ങി ആ പോവല്ല കേട്ടോ. മീനുവിൻ്റെ പേര് ഗോപിക. അതെ. മനോരമയ്ക്ക് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിട്ട് സെറ്റ് കൊടുക്കണ്ടേ? ഫോട്ടോ എടുക്കണം. ഉം. ഞാൻ എപ്പോഴാ വരേണ്ടത്? എപ്പം വന്നാലും സെറ്റ് ഏതാ വേണ്ടേ? അമ്മൂമ്മക്ക് ഏത് കളർ കൊടുത്ത് ഫോട്ടോ എടുക്കാനാ ഇഷ്ടം? എനിക്ക് കറുത്തതുണ്ട് പച്ചയുണ്ട്. അത് രണ്ടും മതിയോ? അതോ സ്വർണ്ണക്കര വേണോ? സ്വർണ്ണക്കര ഉള്ളത് വേണോ? വേണമെങ്കിൽ ഈ ബ്ലൗസിന്റെ കൂടെ അതാ ഓമനയുടെ കാണും. ചോദിക്ക. ആ, നാളെ എടുക്കണോ ഇന്ന് എടുക്കണോ ഫോട്ടോ? നിന്റെ ഇഷ്ടം. മുടിയൊന്നും വെക്കണ്ട കേട്ടോ, മുടിയൊക്കെ നന്നായിട്ടായിരിക്കുന്നത്. മുടി ഞാൻ പുറകിന്ന് എടുക്കുന്നില്ല, ഞാൻ മുന്നിന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓമനയുടെ കാണും നല്ലതാരും ചോദിക്കണേ. സെറ്റ് ആ, സെറ്റാണോ ഇനി സെറ്റ് സാരിയാണോ ഓമനയുടെയിലുള്ള? സെറ്റും മുണ്ടും. ആ എനിക്ക് സെറ്റാ വേണ്ടേ. ആ, സെറ്റും മുണ്ടും ഇഷ്ടം പോലെ ഉണ്ട്. ഇനി മുഖത്തൊക്കെ എന്നാ ചെയ്യും? ഏ മുഖമൊക്കെ വെളുപ്പിക്കാൻ എന്നാ ചെയ്യും? മുഖോ? ആ, ആ ഈ പാടൊക്കെ എങ്ങനെ മാറ്റും? ഫോട്ടോയിൽ വരുമ്പോ നല്ലതായിട്ട് ഇരിക്കണ്ടേ? ഷോ, ഏത് ക്രീമാ തേക്കുന്നത്? ഏത് ക്രീം തേച്ച് ഇതൊക്കെ ഒന്ന് വെളുപ്പിക്കുമെന്ന്? മുഖത്ത് മേക്കപ്പ് ഒക്കെ ഇടണോ? എനിക്കറിയാം. നീ ഇവിടത്തെ എന്നാണ് പെരട്ടാറുണ്ട് ഏതാണ്ട് നിവ്യ. നിവ്യ. ആ അപ്പൊ അതൊക്കെ ഇട്ട് ഒരുങ്ങാം. ഇപ്പൊ ഒരുങ്ങണോ? ഇപ്പൊ വേണോ? ഞാൻ നാളെ കഴിഞ്ഞ് പോവുകയല്ലേ, അതിന് മുമ്പായിട്ട് ഫോട്ടോ എടുക്കണം. എന്നാ എങ്ങനെ വേണേലും ചെയ്യാം. ഇപ്പൊ ആരോഗ്യം ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, എടുക്കാലോ. ആ, ബ്ലൗസ് ഇത് മതി. ഇതാ നല്ല ബ്ലൗസ്. ഇത് മതി. ആ, ഇതാ നല്ല കളറാ, എനിക്കിഷ്ടാ. കളർ കൊള്ളാം. അതെ, പിന്നെ കുറച്ച് പേര് ഹൈദരാബാദിൽ നിന്നൊക്കെ ആരെങ്കിലും നമുക്ക് ബന്ധുക്കാരുണ്ടോ? ആരെങ്കിലും അറിയാവോ? ഒളശയിലുള്ള ആരെങ്കിലും പുറത്തുണ്ടോ? ആ, വിജയൻ എന്ന് പറഞ്ഞ ഒരാള്. അതാരാന്ന് എനിക്കറിയാൻ മേല. ആണോ? ആണോ? ആണല്ലേ. ഇവിടുത്തെ അച്ഛന്റെ മരുമോന്റെ മോനൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. ഇവിടുത്തെ അപ്പൂപ്പന്റെ പേര് രാമകൃഷ്ണ പിള്ള. ആ, അതാ മരുമോന്റെ മോൻ. അപ്പൂപ്പന്റെ മരുമോനില്ലേ, അത് ഒളശയിലാണോ? ആ, അവരൊക്കെ മെസ്സേജ് അയച്ചു കേട്ടോ. അവരൊക്കെ വീഡിയോ കാണുന്നുണ്ട്. പിന്നെ സുരേഷ് ഏട്ടന്റെ ഭാര്യ എനിക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അല്ല, അമ്മൂമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. സുരേഷ് ഏട്ടന്റെ ഭാര്യ ഇല്ലേ പുത്തമ്പടത്തിലെ? ആ ചേച്ചി അന്വേഷിച്ചെന്ന് പറഞ്ഞു. അവരുടെ പേര് ബിന്ദു. ആ, ബിന്ദു. ആ, ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ പേര് ഓർമ്മയുണ്ട്. ആ, ചേച്ചി എന്നും വീഡിയോ കാണാറുണ്ട്. അപ്പൊ അപ്പച്ചിയെ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. ആ, അവരൊക്കെ എന്നെ അപ്പച്ചിന്നാ. ആണല്ലേ. എന്നാ അവരെ അന്വേഷിച്ചെന്ന് ഇതില് നോക്കി പറഞ്ഞോ. പറഞ്ഞേക്ക്, ഞാൻ പറഞ്ഞോളാം. അമ്മൂമ്മ ഇതിൽ നോക്കി പറഞ്ഞോ. അവരെ അന്വേഷിച്ചെന്ന് ഇതിലേക്ക് നോക്കി പറഞ്ഞോ. എന്നാ പറയണ്ടേ? അമ്മൂമ്മക്ക് ഇഷ്ടമുള്ള പറഞ്ഞോ. ആരോടെ? ആ ചേച്ചിയോട്. അവിടെ വരുന്ന ബിന്ദു. ബിന്ദു രാജന്റെ അല്ല സുരേഷിന്റെ. ബിന്ദു എവിടെയാ? ബിന്ദു പുറത്താ. ആ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം കേട്ടോ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഞാൻ ഇനി എല്ലാവരുടെയും ഒരു ദിവസം എല്ലാവരും എനിക്ക് എഴുതി അയക്കാറുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ ഒരു ദിവസം വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. സമയം പോലെ വായിക്കാം. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വായിക്കാം.
എല്ലാവരുടെയും സ്നേഹം മതി എനിക്ക്. ദൈവമേ. ഫോട്ടോ എടുക്കാൻ അമ്മൂമ്മ തന്നെ സെറ്റ് മടക്കുവാണ്. എത്ര മണിയാണ്? 12 കഴിഞ്ഞു. ആ 12 മണി കഴിഞ്ഞ് അല്ല 11:30 കഴിഞ്ഞതേ ഉള്ളൂ. കറക്റ്റായിട്ട് മടക്കാൻ അറിയാവോ? ഇല്ല മടക്കി തരാം, ഞാൻ തരാം. തെറ്റിപ്പോയി. അടിപൊളി അമ്മൂമ്മേ. ഞാൻ എല്ലാ ഫോട്ടോസും എടുത്തു കൊടുക്കാനുള്ളത്. സൂപ്പർ ആയിട്ടുണ്ട്. ആ ഇവിടെ ഇവിടെ പെയിന്റിങ് നടക്കുവാണ്. അപ്പോൾ ഇനി അമ്മൂമ്മ ഈ മുറി മാറേണ്ടി വരുമല്ലോ. ഈ മുറി അപ്പുറത്തോട്ട് മാറേണ്ടി വരും. ഇവിടെ പെയിന്റ് അടിക്കാൻ പോവല്ലേ? ഇന്നല്ല, അകത്ത് 2 ദിവസം കഴിയുമ്പോ അടിക്കും. അപ്പൊ നമുക്ക് അപ്പുറത്ത് ഇരിക്കാം. അടിപൊളി. ഞാനിപ്പോ എടുക്കുന്ന വീഡിയോ എടുക്കുക, വീഡിയോ പിടിക്കുക. ഫോട്ടോ പിടിച്ചു കഴിഞ്ഞു കേട്ടോ. കൊള്ളാം. ഈ ഫോട്ടോ ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. ഇതേ അമ്മൂമ്മയുടെ ക്ലോസപ്പിലുള്ള ഒരു ഫോട്ടോ ഇത്രയേ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ക്യാമറയിൽ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിനെ ഇത്രയും ഭംഗിയിലിരിക്കുന്നേന്ന്. ആ ഷോ ഭയങ്കര രസം. എന്നാ ചെയ്യും? ഇത്രയും ഭംഗി എന്നാണ്. വയസ്സാവുമ്പോ ആൾക്കാർക്ക് ഭംഗി കൂടുവോ? പണ്ട് കൊള്ളായിരുന്നു അല്ലേ? ചിലപ്പോ ചെറുപ്പത്തിലെ സൗന്ദര്യമായിരിക്കും, അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. കൊള്ളാം. അമ്മുമ്മേ, മണർകാടുള്ള ഗൗരിച്ചിറ്റെ അറിയാവോന്ന് അമ്മുമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. ആരാ പറഞ്ഞേന്ന് ഞാൻ ഓർക്കുന്നില്ല. ആരാ? അമ്മയുടെ അനിയത്തിയുടെ മകളാ അല്ലേ? മേലാതെ കിടക്കുവാ, കാണാൻ വരുമോന്ന് ചോദിച്ചു. അമ്മുമ്മ കാണാൻ വരുന്നുണ്ടോന്ന് ചോദിച്ചു. അല്ല, അവിടുത്തെ ഗൗരിച്ചിറ്റയ്ക്ക് മേലാതിരിക്കുവാന്ന്. ആ പോകുന്നുണ്ടോ? അയ്യോ, ഞാൻ ഇനി എങ്ങും പോണില്ല ആരെയും കാണാൻ. ആ എന്നാ ഞാൻ പറഞ്ഞേക്കാം ഇവിടുന്ന് കേട്ടോ. ആ ഗൗരിച്ചിറ്റയുടെ കൊച്ചുമോളാണോ? ആരോ എന്നോട് ചോദിച്ചു, എനിക്കറിയാൻ മേല ആരാന്ന്. ആ ഞാൻ പറയാം. അവർക്ക് എത്ര മക്കളുണ്ട്? ആരോ എനിക്ക് മെസ്സേജ് അയച്ചു. കൊച്ചുമോളാന്ന് തോന്നുന്നു എനിക്ക് മെസ്സേജ് അയച്ചത്. ഈ ഗൗരിച്ചിറ്റയ്ക്ക് എത്ര മക്കളുണ്ട്? അയ്യോ, ഇപ്പൊ പറഞ്ഞാണല്ലോ. പ്രസാദ്, പ്രകാശ്, പ്രസന്ന. ആ വേറെ ആരെങ്കിലും ഉണ്ടോ? 3 മക്കളാ. 3 മക്കളാണോ? ആ ശരിയാ. എന്നാ അവരെയൊക്കെ തിരക്കിന്ന് പറയാം. കേട്ടില്ല അമ്മൂമ്മ എന്നാ പറഞ്ഞേ? ശശി ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, അമ്മ വണ്ടി ഒന്നും വേണ്ടല്ലോ, ഞാൻ എന്നും അമ്മയുടെ അടുക്ക വരാമെന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം മരിച്ചെന്നാ ഞാൻ കേട്ടത്. അമ്മൂമ്മ വിഷമിക്കാതെ അമ്മൂമ്മ. ശശി അത് പോട്ടെ. ഇപ്പം ഞാൻ അച്ഛന്റെ കാര്യം എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മൂമ്മ സങ്കടപ്പെടുവൊന്നും ചെയ്യല്ലേ. ഞങ്ങൾ എന്നും വന്ന് കാണുന്നില്ലേ, ഇവിടെ ഇരിക്കുന്നില്ലേ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വയസ്സായി കഴിഞ്ഞാൽ എല്ലാരും ഇതാവും, കുഴപ്പമില്ല. ഗീതാമ്മയൊക്കെ ഓർമ്മയുണ്ടോ? ഗീതാമ്മയൊക്കെ ഓർമ്മയുണ്ടോ? ചക്കു ചോദിച്ചായിരുന്നു. ആണോ? അയ്യോ, എപ്പോഴും അമ്മു ചേച്ചി, ഓമന ചേച്ചി വിളിച്ച് വരുന്ന ആളായിരുന്നു. എന്താ ദൈവമേ, എന്ത് ചെയ്യാൻ പറ്റും? ചക്കു എന്നോട് ചോദിച്ചായിരുന്നു. ചക്കു എന്നോട് പറഞ്ഞായിരുന്നു, അമ്മുമ്മയോട് പറയണം അമ്മയും അമ്മണിയമ്മയൊക്കെ ഓർമ്മയുണ്ടോന്ന് ഒന്ന് ചോദിക്കാൻ പറയണമെന്ന്. അയ്യോ, പിന്നെ എല്ലാരെയും ഓർമ്മയുണ്ട്. അമ്മണിയമ്മയുടെ കൂടെ അല്ലേ കുളിക്കാൻ പോയിക്കൊണ്ടിരുന്നത്? ഇവരൊക്കെ ആച്ചി പോയി കുളിച്ചോണ്ടിരുന്നവരാ അല്ലേ? ഷഷ്ടി തൊഴാൻ ആർപ്പൂക്കരയ്ക്ക് പോകും എല്ലാരും കൂടെ. ഒരുമിച്ച് ആ കടവിൽ കുളിക്കാൻ പോകും, അമ്പലത്തിൽ പോകും. അതൊക്കെ ഒരു കാലം അല്ലേ? പിന്നെ അവിടെ അയന ഷഷ്ടി അങ്ങനൊരു വിശേഷ ദിവസ. നൊയമ്പെടുക്കുന്നാണോ? അതെങ്ങനെ എടുക്കുന്നേ? അത് ഒന്നും കഴിക്കാതെ എടുക്കുന്നവരുണ്ട്, ഒരു നേരം ഉണ്ട് കഴിക്കുന്നവരുണ്ട്,
അവനോട് ഇഷ്ടം പോലെ. എന്നിട്ട് എന്നാ ചെയ്യുന്നേ? ഷഷ്ടി തൊഴാൻ എവിടെയാ പോകുന്നേ? ആർപ്പൂക്കര അമ്പലത്തിൽ. ആർപ്പുക്കരയിൽ ഏത് ദൈവമാ ഉള്ളത്? സുബ്രഹ്മണ്യനോ? ആ അവിടെയാണോ പോകുന്നേ? അവിടെ പോയിട്ട് എന്നാ ചെയ്യുന്നത്? തൊഴും? തൊഴുത് വഴിപാടും കഴിച്ച് അവിടെ നിന്ന് ചോറ് മേടിച്ച് കഴിക്കും. പടച്ചോറോ? ആ അങ്ങനെയാണ് ഷഷ്ടി തീർക്കുന്നത്. അതെന്തിനാ എടുക്കുന്നറിയാവോ? ഷഷ്ടി നോയമ്പോ അത് ഒന്നും കഴിക്കാതെ എടുക്കുന്നവരുണ്ട്. ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം ഫുഡ് വെച്ച് വൈകുന്നേരം കാപ്പി തിളപ്പിച്ച് കുടിച്ച് അങ്ങനെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുക്കുന്നവരുണ്ട്. എപ്പോഴാ അമ്പലത്തിൽ തൊഴാൻ പോകുന്നത്? അമ്മുമ്മ വേറെ ഷഷ്ടി നോയമ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും നോയമ്പൊക്കെ എടുത്തിട്ടുണ്ടോ? തിങ്കളാഴ്ച നോയമ്പ് എടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച നോയമ്പ് ഏത് ദൈവത്തിന് വേണ്ടി എടുക്കുന്നത്? തിങ്കളാഴ്ച നോയമ്പ് എടുക്കുന്നത് ഭർത്താവിന് വേണ്ടി. ആണോ? അപ്പൻ രോഹിണി 7 മാസം വയറ്റിൽ കിടന്നപ്പം മരിച്ചുപോയി. നല്ലൊരു മനുഷ്യനായിരുന്നു. എല്ലാവരോടും സ്നേഹമുള്ള, എല്ലാവർക്കും ആഹാരം കൊടുക്കും, കാണാനും നല്ല ആളായിരുന്നു. മരിച്ചതോ? ആര്? അപ്പൂപ്പ മരിച്ചു പോയല്ലേ? 46. ആണോ? എനിക്ക് 38. അത് കഴിഞ്ഞ് അമ്മൂമ്മ എങ്ങനെ ജീവിച്ചത്? അത് കഴിഞ്ഞ് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നോ? കുറച്ചൊക്കെ വിഷമമുണ്ട്. എനിക്ക് അവിടെ വഴിയരിയിലൊരു കെട്ടിടം ഉണ്ടായിരുന്നു. അതിന്റെ വാടക കിട്ടുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് മകൻ പട്ടാളത്തിൽ പോയി. മൂത്ത മകൻ പട്ടാളത്തിൽ ആളെടുക്കുന്ന വയസ്സ് നോക്കിയിരുന്ന് പോയി, വീട്ടിലെ കാര്യം ഓർത്ത്. എന്നിട്ട് അവൻ അതൊക്കെ ഫോണല്ല, എഴുത്തെഴുതും. ഞാൻ തരുന്നതുകൊണ്ട് അമ്മ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട്. അയ്യോ പാവം. കുട്ടൻ വെല്ലിച്ചൻ എന്നിട്ട് അവധിക്കൊക്കെ വരുമായിരുന്നോ? വെല്ലിച്ചൻ അവധിക്കൊക്കെ വരത്തില്ലായിരുന്നോ അപ്പോ? വരും. പട്ടാളത്തിൽ നിന്നല്ലേ? അമ്മൂമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കുട്ടൻ വെല്ലിച്ചനോടായിരുന്നോ? അവരോടാണോ ഏറ്റവും ഇഷ്ടം? വെല്ലിച്ചനോടായിരുന്നോ? അത് മൂത്ത മകനല്ലേ, അതിന്റെ സ്നേഹം കൂടുതലുണ്ട്. എല്ലാരോടും സ്നേഹമായിരുന്നു, എന്നോടും അറിയായിരുന്നു. അതെ. വെല്ലിച്ചൻ അവധിക്ക് വരുമ്പോ എന്നാക്കെ ഉണ്ടാക്കി അപ്പൊ കൊടുത്തോണ്ടിരുന്നത് പട്ടാളത്തിൽ നിന്ന് വരുമ്പോ? അവനിഷ്ടമുള്ള പലഹാരവും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. പോകുമ്പോ വല്ലതും കൊടുത്തു വിടുവോ? പോകുമ്പോ ഉപ്പേരി പുറത്ത് കൊടുത്തു വയ്ക്കും. വെല്ലിച്ചൻ എവിടെയായിരുന്നു പട്ടാളത്തിൽ? ഏത് സ്ഥലത്തായിരുന്നു? ഞാൻ മറന്നുപോയി. കാശ്മീരിലായിരുന്നോ? ജമ്മുവിലായിരുന്നോ? ജമ്മുവിലായിരുന്നോ? അവിടെയായിരുന്നു അല്ലേ? അപ്പൊ അവിടെ നിന്നാണ് കത്തൊക്കെ അയച്ചോണ്ടിരുന്നത്. ഇവിടുന്ന് തിരിച്ച് കത്തയക്കുമായിരുന്നോ? ഞാനോ? അയ്യോ, പിന്നെ എന്റെ എഴുത്തെല്ലാം അവൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആണല്ലേ? അമ്മൂമ്മ എഴുതി എഴുത്തെല്ലാം ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു. അതറിയാം, എവിടെ ഉണ്ടല്ലോ. അമ്മൂമ്മ എല്ലാവരുടെയും എഴുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? എല്ലാവരുടെയും കത്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? അതൊക്കെ എന്നാ നല്ല ഓർമ്മകളായിരുന്നല്ലേ? ഈ പെട്ടിക്കകത്ത് കാണാം. ഉണ്ട്, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പക്ഷെ പൊടിഞ്ഞു പോയി, കുറച്ചൊക്കെ കീറിപ്പോയില്ലേ? ഒത്തിരി പഴയതല്ലേ? എത്ര വർഷം പഴക്കമുണ്ട് ആ ലെറ്ററിനൊക്കെ, ആ കത്തിനൊക്കെ അല്ലേ? കൊച്ചുകുഞ്ഞും ശശിയൊക്കെ മരിച്ചു പോയി. എല്ലാരും മരിച്ചു പോവും അമ്മൂമ്മ. നമ്മളിപ്പോ എപ്പോഴും അത് പറയരുത് കേട്ടോ. കേട്ടില്ലേ അമ്മൂമ്മ? ഞാൻ കൊച്ചുകുഞ്ഞിന്റെ അടുക്ക ചെല്ലുമ്പോ അവൻ എനിക്ക് കസേര മാറ്റിയിട്ട് തരും അമ്മ ഇരിക്കാൻ പറഞ്ഞ്. അതൊന്നും ഓർത്തിഞ്ഞ് വിഷമിക്കല്ലേ കേട്ടോ. അവർക്കൊക്കെ അസുഖം വന്നു പോയതല്ലേ. നമുക്കൊക്കെ ഓരോരുത്തർക്കൊക്കെ അസുഖം വരുമല്ലോ. അതിലും പ്രായം കുറഞ്ഞ പിള്ളേരൊക്കെ ഇല്ലേ, എത്രയോ പേരുണ്ട്. എല്ലാരും ഓരോ സമയത്ത് പോവും അല്ലേ? അപ്പൊ അമ്മൂമ്മക്ക് ഇത്രയും പ്രായമായില്ലേ, അങ്ങനെ മരിക്കണം എന്നൊന്നും നിർബന്ധമില്ല.
ഓരോരുത്തർക്കും ദൈവം വിധിച്ച ആയുസ് വരെ ജീവിക്കും. അതെ അതെ, അതുവരെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം കേട്ടോ. നമ്മൾ ദൈവം തന്ന ആയുസിനെ നമ്മൾ ശപിക്കരുത് കേട്ടോ. നമ്മൾ അതിങ്ങനെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കരുത്. എന്തോ കഴിച്ചിട്ടാ പോണേന്ന്? ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം, പക്ഷെ സമയമൊന്നും ആയില്ല. 12 മണി ആയതുള്ളൂ. ഞാൻ കഴിച്ചത് 10 മണിക്കാ ദോശ കഴിച്ചത്. ഞാനൊരു 1:30 കഴിഞ്ഞ് വരാം. 2 മണിക്ക് വന്ന് എനിക്ക് ബ്രേക്ക് ഉണ്ട്. ജോലിക്കിടയ്ക്ക് കുറച്ചു നേരം ഇടവേള കിട്ടും. അപ്പൊ ഞാൻ വന്നോളാം. ഓമനയോട് പറയണം കേട്ടോ. ഞാൻ വന്ന് ചോറ് വിളമ്പി ഉണ്ടോളാം. അത് അവളോട് പറഞ്ഞിട്ട് പോ. ഞാൻ പറഞ്ഞോളാം. ദേ ഓമന ഇരിക്കുന്നു. അല്ല ഇവിടത്തെ ഓമനയോട്. അത് പറഞ്ഞോളാം. പറഞ്ഞിട്ട് പോണം. ഉറപ്പ്. ചോറ് ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ. ഞാൻ എന്തിനാ? ഉണ്ടെങ്കിലും കറിയുണ്ട്, ഇഷ്ടം പോലെ കറിയുണ്ട്. ചമ്മന്തി ആയാലും സന്തോഷം ആവശ്യം. അമ്മൂമ്മ ഒരു ദിവസം എന്റെ കൂടെ വന്ന് ഉറങ്ങൂന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ കൂടെ വന്ന് ഒരു ദിവസം കിടക്കൂന്ന് പറഞ്ഞില്ലേ? എപ്പോഴാ വരുന്നത്? നടന്നു വരണം. അമ്മൂമ്മ ഒരു ദിവസം എന്റെ കൂടെ നടന്നു വന്ന് കിടക്കൂന്നല്ലേ പറഞ്ഞത്? വണ്ടി എടുത്തോണ്ട് വരണോ ഇപ്പുറത്തോട്ട്? എങ്ങനെയാ വേണ്ട നോക്കാം. നടന്നു വരുവോ? പറ്റുവോ? നടക്കാമെങ്കിൽ നടന്നു വരാം. പറയാൻ പറ്റുമോ? ഇപ്പം കിടന്നുറങ്ങാം ഒരു ദിവസം. ഉറപ്പായിട്ടും വരുമല്ലോ. അപ്പൊ അവിടെ പെയിന്റ് അടിക്കുന്നൊക്കെ കാണാം. വീട് പെയിന്റ് അടിക്കുന്നൊക്കെ കാണാം. അമ്മൂമ്മ നോക്കുന്ന ആരാ ഇവിടെ? ആ സ്വന്തം അമ്മയെ പോലെ എന്നെ നോക്കും. അത് കേട്ടാ മതി. ഇന്ദിര ആരാന്ന് എല്ലാരും ഇപ്പൊ ചോദിക്കും. ഇന്ദിര ആരാന്ന് എല്ലാരും ചോദിക്കും. ഇവിടെ അമ്മൂമ്മ നോക്കാൻ വരുന്ന ഒരു ചേച്ചിയാണ്. രാവിലെ വന്ന് വൈകിട്ട് പോവും അല്ലേ? രാവിലെ വരും, 8 മണിയാകും വരും, 5 മണി കഴിഞ്ഞ് പോകും. അമ്മൂമ്മയുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു പള്ളിയിലച്ഛൻ ആ വീഡിയോ കാണുന്നത് പള്ളിയില് അമ്മൂമ്മയെ പറ്റി സംസാരിച്ചു. ഞായറാഴ്ച അവര് സഭ കൂടിയപ്പോ പള്ളിയില് അമ്മൂമ്മ ഭയങ്കര കഴിവുള്ള ഒരാളാണെന്നും അമ്മൂമ്മ പട്ടിക ചൊല്ലുന്നതും എന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു. എനിക്ക് കത്തെഴുതി പറഞ്ഞായിരുന്നു എന്നോട്, ഞാൻ അമ്മൂമ്മയുടെ കാര്യം ഈ ആഴ്ച പള്ളിയിൽ പറയുന്നു. സന്തോഷായില്ലേ? എത്ര പേര് കേട്ടു. ആരാ എന്താന്നൊക്കെ ആൾക്കാർ തിരക്കത്തില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മൂമ്മ ഇങ്ങനെയാണെന്നത് നിങ്ങൾക്ക് അഭിമാനമല്ലേ? പിന്നെ പള്ളിയിൽ വരെ അമ്മൂമ്മ ഭയങ്കര ഫേമസ് ആയി. ഇപ്പൊ പള്ളിയിലച്ചന്മാരും ഒക്കെ അമ്മൂമ്മയെ ഫോളോ ചെയ്യുന്നത്, അമ്മൂമ്മയുടെ കാര്യങ്ങൾ കാണുന്നത്. ക്രിസ്ത്യൻസ് ഒക്കെ. ഞാൻ പിറവത്തിന് പോവും അപ്പൊ കേട്ടോ. വെള്ളിയാഴ്ച പോവും. എന്നിട്ട് അവിടുന്നാ പോകുന്നത്. നേരിട്ട് കോട്ടയത്ത് നല്ല പോകുന്നത് കേട്ടോ. ഇന്ന് ബുധനായതേ ഉള്ളൂ. ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് പിറവത്തിന് പോവും അങ്ങോട്ട്, അവിടുത്തെ വീട്ടിലേക്ക്. എന്നിട്ട് അവിടുന്ന് ഞാൻ അങ്ങ് പോവുള്ളൂ കേട്ടോ. പോയിട്ട് ഫോൺ ചെയ്യാം, വീഡിയോ കോളൊക്കെ വിളിക്കാം, കണ്ടോണ്ട് സംസാരിക്കാം കേട്ടോ. ഒരാഴ്ച കൊണ്ട് അമ്മൂമ്മ എവിടെ പോവും അമ്മൂമ്മേ? അല്ല, ഒരാഴ്ച കഴിഞ്ഞ് വരുമോ? ഞാൻ അവിടുന്നല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നത് ജോലി സ്ഥലത്തേക്ക്. അവിടുന്നാ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും. ആ ഒരാഴ്ച ഫോൺ വിളിക്കാം കേട്ടോ. കോട്ടയത്തമ്പലത്തിൽ കൊടിയേറുന്ന എന്നാന്നറിയാവോ? മീന 1. എത്ര ദിവസം ഉത്സവം ഉണ്ട്? 10 ദിവസം. 1-ാം തീയതി കയറി 10-ാം തീയതി ഇറങ്ങും. തുടങ്ങുവാ. ഇത് കുംഭമാസം ആയതേ ഉള്ളൂ. മീനമാസത്തിൽ തുടങ്ങും. അപ്പൊ ഇവിടെ പൂരമൊക്കെ കാണും. പൂരം. കൊള്ളാം. എന്നെക്കഞ്ഞും അറിയാം. ഞാനത് പൂരെന്ന് പറഞ്ഞ് ഒപ്പിച്ചു വരുമ്പോ അമ്മൂമ്മ പകൽപൂരായല്ലോ. കൊള്ളാലോ. കട്ടിലേ കിടക്കുന്നേ ഉള്ളൂ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പത്രം വായിക്കും. ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരട്ടെ? എല്ലാ കാര്യങ്ങളും അതിൽ കിടന്നോണ്ട് കാണാം. ഒളശയിലുള്ള ആരാ കുസുമൊക്കെ അവര് തിരക്കിന്ന് പറഞ്ഞു. മണിയുടെ ഭാര്യ.
മണിയുടെ ഭാര്യയാണോ അത്? മകള് മകള് മണിയുടെ മകള് കിട്ടുമ്പോ. ആ മകനോ? മകനുണ്ടോ? അവന്റെ പേരെന്താടി? എനിക്കറിയാം. ബിജു ആണോ? ആ ബിജു. ആ അവരെയൊക്കെ തിരക്കിന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞേക്കട്ടെ അമ്മൂമ്മയും തിരക്കിന്ന്. ആ നിങ്ങളെയൊക്കെ അമ്മൂമ്മ തിരക്കി. നിങ്ങളുടെയൊക്കെ കമന്റ്സ് ഞാൻ വായിച്ച് അമ്മൂമ്മയുടെ അടുത്ത് കേൾപ്പിച്ചായിരുന്നു, അറിയാവുന്നവരൊക്കെ കേട്ടോ. ഇവിടെ കിടക്കാൻ ഭയങ്കര പാടാ, ഇടയില്ലല്ലോ. വേണ്ട, ഇച്ചിരി സ്ഥലം മതി, ഞാനിപ്പോ പോവും. പിന്നെ കണ്ടോ അമ്മൂമ്മ എങ്ങനെയാ വയസ്സായപ്പോ ഇരിക്കുന്നത്, കാണാവോ? ഇത് ഞാൻ. ചിരിച്ചോ വേണമെങ്കിൽ, നല്ല ഭംഗിയുണ്ടാവും. ഇപ്പൊ കണ്ട ചൈനക്കാരെ പോലെ ഉണ്ട് അല്ലേ? അയ്യോ, വലിയ കണ്ണൊക്കെ ചൈനക്കാരുടെ കണ്ണായിപ്പോയി. നീ എന്നാ ചെയ്യും? ഇത് കണ്ടോ ഇങ്ങനെയാ ഇരിക്കുന്നത്, ചുണ്ടൊക്കെ ചുമന്ന് കുറിയൊക്കെ തൊട്ട്. ഉച്ച കഴിഞ്ഞ് എന്നാ പരിപാടി? ഉച്ച കഴിഞ്ഞ് എന്നാ പരിപാടി? വിടിയോ? ഞാൻ എപ്പോഴും കിടക്കുമല്ലേ. ആണോ? ഇന്നെന്നാ കറി കൂട്ടാൻ? വിടിയോ? അയ്യോ, ഞാൻ ചോദിച്ചില്ല. അമ്മൂമ്മ ഇന്ന് എന്തായാലും പൊടിയരിക്കഞ്ഞിയല്ലേ കുടിക്കുന്നത്? ഞാൻ കഴിച്ചാലും ഇഞ്ചിക്കറി ഒരു പപ്പട കൂട്ടുള്ളൂ. ആണോ? ഇവിടെ എന്നാ കൂട്ട? ഞാൻ ചോദിച്ചില്ല. എവിടെ ഇന്ന്? എരിശ്ശേരിയാന്ന് തോന്നുന്നു. മത്തങ്ങ എരിശ്ശേരി, മത്തങ്ങയും പയറും. ആണോ? എന്നാ തോന്നുന്നത്. ഞങ്ങൾക്ക് ഇന്ന് സാമ്പാർ അമ്മൂമ്മ. എനിക്കിഷ്ടമില്ല സാമ്പാർ. എനിക്കും ഇഷ്ടമില്ല. എനിക്ക് കാണരുത്. എനിക്ക് ഇഷ്ടമുള്ളത് എരിശ്ശേരിയാ. ഇവിടെ എന്നാ എനിക്കറിയത്തില്ല. ഇവിടെ ഇന്ന് എരിശ്ശേരിയാണ്. ഞാൻ ഇന്ന് ഇവിടുന്നാ ചോറുന്നത്. അയ്യോടി, അതിനെന്നാടി? പേരമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അയ്യോ, പേരമ്മയോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ ഈശ്വര,